ഇന്ന് നമുക്ക് കേരള സ്റ്റൈലിൽ ഒരു വെറൈറ്റി ഫിഷ് കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഒരു ബൗളിൽ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും ചേർക്കാം. അതിനോടൊപ്പം ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർക്കാം. ഇനി ഈ പൊടികളെല്ലാം ഒരു പാനിൽ ചൂടാക്കിയിട്ട് നല്ല രീതിയിൽ റോസ്റ്റ് ചെയ്തെടുക്കാം. പൊടികൾ കരിഞ്ഞു പോവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ തീ ലോ ഫ്ലെയിമിൽ വച്ചിട്ട് വേണം ചെയ്യാൻ. ഇനി ഒരു ജാറിൽ 2 ടേബിൾ സ്പൂൺ തേങ്ങ ചേർക്കാം. ഇതിലോട്ട് ഈ പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒരു 1/4 ഗ്ലാസ് വെള്ളവും കൂടെ ചേർത്തിട്ട് നല്ല രീതിയിൽ അരച്ചെടുക്കാം. വെള്ളം കൂടിപ്പോവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഒരു ചട്ടിയിൽ ഓയിൽ ഒഴിച്ച് ചൂടാക്കാം. അതിലോട്ട് ഒരു 5 വെളുത്തുള്ളി അരിഞ്ഞ് ചേർക്കാം. 5ഓ 2ഓ വെളുത്തുള്ളി നമുക്ക് അരിഞ്ഞ് ചേർക്കാം. ഇതിലോട്ട് നമുക്കൊരു 10-15 ചെറിയ ഉള്ളിയും കൂടെ ചേർക്കാം. അത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. 2 പച്ചമുളകും കൂടെ ചേർക്കണം. ഞാനത് പറയാൻ മറന്നുപോയി. ഈ കറിക്ക് അത്യാവശ്യം എരിയൊക്കെ ഉണ്ടായിരിക്കുന്നതായിരിക്കും നല്ലത്. അതുകൊണ്ട് അത്യാവശ്യം നമുക്ക് മുളക് പൊടിയും എരിയും ഒക്കെ ചേർത്ത് കൊടുക്കാം. എരി കുറവ് വേണമെന്നുള്ളവർക്ക് അതിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ ഉള്ളിയൊക്കെ കളറൊക്കെ നല്ല രീതിയിൽ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമുക്ക് വഴറ്റി കൊടുക്കാം. പച്ചമണമൊക്കെ നല്ല രീതിയിൽ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ആവശ്യത്തിന് വെള്ളം ചേർക്കാം. ഞാനിപ്പോൾ ഒരു 1/4 ഗ്ലാസ് വെള്ളം മിക്സിയുടെ ജാറ് കഴുകി ഒഴിക്കുന്നുണ്ട്. ഈ മസാലയൊക്കെ നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ടൊരു 3-4 കഷ്ണം പച്ചമാങ്ങ ചേർത്ത് കൊടുക്കാം. അത്യാവശ്യം പുളിയുള്ളതായിരിക്കും നല്ലത്. പച്ചമാങ്ങ ചേർക്കുമ്പോൾ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് കൊടുക്കും. ഇനി നമുക്കിതിലോട്ട് 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനിയും വെള്ളം ചേർത്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ചേർക്കാം. അത്യാവശ്യം നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. ഒരുപാട് വെള്ളം പോലെ ആയാലും കറിക്ക് ടേസ്റ്റ് കാണില്ല. നമ്മളപ്പോൾ വെള്ളം നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കാം. ഇനി അടച്ച് വച്ചിട്ട് നമുക്ക് നല്ല രീതിയിൽ ഇതൊക്കെ കുക്ക് ചെയ്തെടുക്കാം. ഈ കറി തിളച്ച് വരുമ്പോൾ നമുക്ക് ഫിഷ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ചൂര മീനാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഏത് മീൻ വേണമെങ്കിലും ചേർക്കാം. ഇനി നമുക്ക് ഈ ഫിഷൊക്കെ അടച്ച് വച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മളുടെ കറിയൊക്കെ നല്ല രീതിയിൽ തിളച്ച് വന്നിട്ടുണ്ട്. ഈ കറി ഇരിക്കും തോറും ടേസ്റ്റ് കൂടി വരും. നമ്മൾ രാത്രിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ എടുക്കുമ്പോഴായിരിക്കും ഇതിൻ്റെ ടേസ്റ്റ് നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റുന്നത്. ലാസ്റ്റായിട്ട് ഇതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണയും കറിവേപ്പിലയും ചേർത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ ഇതുപോലെ കളറിൽ കിട്ടിയിട്ടുണ്ട്.